ഇവിടെ നെയ്മർ ഉണ്ട്, റൊണാൾഡോ ഉണ്ട് ആൻഡ് മെസ്സി. ചെക്കന്മാർ ഏതായാലും പ്രാവശ്യം തകർത്തിക്കന്നെ ഉറപ്പല്ലേ. പോർച്ചുഗലില് ചെക്കന്മാർ വെറുതെ ഉണ്ടാക്കിയാന്ന് തമാശ രൂപത്തിലാണ് ഒരു ഫാൻ ഡിബേറ്റ് ഇട്ടതാണ്. അതിന് പിന്നെ വാശി അർജന്റീന നെയ്മറിനെ ഏറ്റെടുത്ത് ഉണ്ടല്ല, മെസ്സിനെ ഏറ്റെടുത്ത് മെസ്സിലാര് നെയ്മർ, രണ്ടാമതൊന്ന് നെയ്മറാണ്. ഈ 3 പേരാണ് ലോകം ഭരിക്കുന്നത്. ഇവർ ഈ വേൾഡ് കപ്പോടെ യാത്ര തീരെയാണ്. ഇനി വേൾഡ് കപ്പ് ഉണ്ടാവോ? ഇനി വേൾഡ് കപ്പ് നമ്മളെ നാട്ടിലേക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ജനറേഷനിൽ വന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ 3 ആൾക്കാരാണ്. ഇനിയിപ്പോ ഇവരെ ഡിപ്പെൻഡ് ആയിട്ട് വന്നതെന്ന് അറിയാൻ ഇപ്പൊ എംബാപ്പെ ആ ചാർജിങ് പോരായാണ്. വേൾഡ് കപ്പിലെ കളിച്ചിട്ട് ഫാൻ ബേസ് കുറവാണ്. UCL വെച്ച് നോക്കുമ്പോൾ ഇല്ല, ഒരു ഫാൻ ബേസ് കൊടുക്കാനുള്ള. പിന്നെ യമാല് ചെറിയ പിള്ള ചെക്കനാണ്, 20 വയസ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഓനൊന്നും ഉണ്ടാക്കിയില്ല, ലോകം ഭരിക്കാനായില്ല. ഇവര് 3 നെയ്മർ കുഴപ്പമില്ല, പരിക്കോണ്ട് കുറച്ച് ക്രിസ്ത്യാനോ അല്ല മെസ്സി, രണ്ടാളും ഓലാണ് ലോകം ഭരിച്ചത്. 6 വർഷം ഏകദേശം 20 വർഷമായിട്ട് 6 വേൾഡ് കപ്പാണ്, 6ാമത്തെ വേൾഡ് കപ്പാണ് കളിക്കാൻ പോണ്. അപ്പോൾ ഓലെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇത് ലാസ്റ്റാണ്. ഇതെന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മെസ്സി ഇപ്പോൾ ഒരു കപ്പ് എടുത്ത്, നമ്മൾ രണ്ടാളും അർജന്റീന ഫാൻസാണ്, അർജന്റീന കട്ടാരാധകരാണ്. മെസ്സി കഴിഞ്ഞ 22 കപ്പ് കിട്ടിയത് കൊണ്ട് ഇവരാരെങ്കിലും ഒന്ന് അടിക്കട്ടെ. കാരണം ഒരു ജഡ്ജിന്റെ അരി വിരമിക്കുമ്പോൾ ഓൽക്കൊരു തലയെടുപ്പോടെ മെസ്സിന്റെ ലെവലിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് ചാൻസ് ഉണ്ട് പോർച്ചുഗലിന്. പോർച്ചുഗൽ ടീം നല്ല ടീമാണ്. കാരണം UCL അടിച്ച ടീമിലാണ്. കാരണം PSG ടീമിൽ 4 ആൾക്കാരുണ്ട്. റാമോസ് ഉണ്ട്, പിന്നെ ഫെർണാണ്ടസിന് ഇന്നത്തെ പ്ലെയർ പേര് ഒരു പ്ലെയിൻ പ്ലെയർ ഉണ്ടല്ലോ, മെൻഡിസ് ഉണ്ട്. മെൻഡിസ് ആകുമ്പോൾ UCL പെനാൽറ്റി മിസ്സാക്കി നിന്നാലും നല്ല പ്ലെയർ ആണ്, കളിക്കാൻ അടിപൊളി. പിന്നെ ബ്രൂണോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സിറ്റിന്റെ 2 പ്ലേയേഴ്സ് ഉണ്ട്. ചാൻസ് ഉണ്ട് ഇക്കൊല്ലം ഒരു 70% എന്തായാലും ബ്രസീലിന് ഏത് വർഷവും എല്ലാ സമയത്തും പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷെ ബജക്കേടും ചില ടീമിൽ ഒരു മിംഗ്ലിംഗ് പോരായുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ചെറിയൊരു ബാക്കൗട്ട് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ട കാഴ്ചയാണ്. പ്ലേസ് എപ്പോഴും ഓൾക്ക് ബെഞ്ചിൽ സബ് പ്ലേസ് ഉണ്ട്. 12-11 പേര് കളിക്കുകയാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ 11 പേരുണ്ട് ബെഞ്ചിലും. ഷുവർ പ്ലേസ് ആ ക്ലബിലും, അതന്നെ യൂറോപ്യൻ ക്ലബിലും ചാമ്പ്യൻസ് ലീഗ് മെയിൻ ക്ലബ് എന്താ പറയുക ലാലിഗയിലെ കളിക്കുന്ന മെയിൻ പ്ലേസ് തന്നെയാണ്. പക്ഷേ ഓലെ ഒരു ഒത്തൊരുമക്കുറവും കോച്ചിന്റെ അഭാവവും. അർജന്റീന ഫാൻ ആണെങ്കിലും റൊണാൾഡോ കപ്പ് അടിക്കണം. മെസ്സിക്ക് ഏതായാലും ഓൾറെഡി കിട്ടിയല്ലോ. കാരണം ഓൾക്ക് അർഹിക്കുന്ന പ്ലേയേഴ്സ് ആണ്, റിസർവ് ചെയ്യുന്ന പ്ലെയർ ആണ് ക്രിസ്ത്യാനോ. തീർച്ചയായിട്ടും നെയ്മറും ഒരു 70-80% ഉണ്ടാക്കുന്നുണ്ട്, അർഹിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്ത്യാനോ ചാൻസ് ഉള്ള പറയാ കുറച്ചും കൂടി വാലണ്ടിയർ അടിച്ചും പിന്നെ ഗോൾഡൻ ബൂട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടും മെസ്സിക്ക് ഒപ്പം എത്തിയ ഒരു പ്ലേയേഴ്സ്. അപ്പൊ ഞങ്ങൾ അമ്പലക്കണ്ടിലാണുള്ളത്. അമ്പലക്കണ്ടില് ഒരു വ്യത്യസ്ത വേൾഡ് കപ്പ് ഫുട്ബോൾ വരാണ്. ഇപ്പൊ ഒന്ന് നെയ്മർ, തൊട്ടടുത്ത് തന്നെ റൊണാൾഡോ, അത് കഴിഞ്ഞ് നമ്മളെ മെസ്സി ഉണ്ട്. 3 ആൾക്കാരും കൂടി വെച്ചിട്ട് ഈ അമ്പലക്കണ്ടില് ഇവർക്കാണ് വെച്ചത്. ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ കാണാം അല്ലേ. അപ്പൊ ഇത് ഒരു ഉച്ച സമയമാണ്. എന്താണ് ഇത് വെക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? പ്രത്യേകിച്ച് പ്രചോദനമൊന്നുമില്ല. ഇത് നമ്മളെ എൻ്റെ ഒരു അനിയുണ്ട്, അവനും അവന്റെ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് ഈ പോർച്ചുഗലിന്റെ ഒരു റൊണാൾഡോന്റെ CR7 ഒരു കട്ടൗട്ട് വെച്ചതാണ്. അപ്പൊ നമ്മള് ഇതിലങ്ങനെ പോകുന്ന സമയത്ത് വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളാണ് വൈറലാക്കിയ ആള്. ഇതാണ് മെയിൻ ആയിട്ട് ഇവന്റെ ഒരു ഡയലോഗാണ് ഇത്രയും ആൾക്കാർ. എന്താ ഡയലോഗ്? ആ ഡയലോഗ് ഒന്ന് പറയോ? ഡയലോഗ് ഇപ്പൊ എന്റെ കൂട്ടുകാരന്റെ വേറെ ഇതാരാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയാം അത് മെസ്സിയാന്ന് പറഞ്ഞു. മെസ്സി അല്ലാതെ പിന്നെ ആരാന്ന് ചോദിക്കുന്നത്. ശരിക്കും നമ്മള് റോങ് കമന്റിലാണ്. അപ്പൊ ഇത് ശരിക്കും മെസ്സിയാണോ? എനിക്ക് സംശയമുണ്ട്. ഈ കാണുന്ന ആള് ആ ചോപ്പ് ആണോ? ഇപ്പൊ സംശയം മതി, കൺഫ്യൂഷനാ. അപ്പൊ ഈ റൊണാൾഡോക്ക് കപ്പടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം? ഇല്ല. ആ ചങ്കാണ് അടിക്കാൻ പോവാണ്. ആ ചങ്ക് കൊണ്ടുപോകും. ഓ, ആ ചങ്ക് എന്തോ ചെവിയില് എന്തോ വെച്ച് എന്തോ പറയണ്ടല്ലോ. മറ്റുള്ളവർ നോക്കണ്ട. ഇപ്പുറത്തുണ്ടല്ലേ, ഇപ്പുറത്തെ ഒരാൾ മഞ്ഞക്കിളി ഉണ്ടല്ലോ. ചാൻസ് ഉണ്ടോ? ചാൻസ് കുറവാണ് ഇല്ലേ. എന്നാലും കടുത്ത ആരാധകരുള്ള ഒരു ടീമാണ് നമ്മളെ പോർച്ചുഗൽ ഇല്ലേ. കേരളത്തില് കൂടുതൽ ആരാധകരുള്ളത് പോർച്ചുഗൽ ആരാധകർ കൂടാനുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മനുഷ്യണ്ടല്ലോ CR7 അങ്ങേറെ ക്യാരക്ടർ, വ്യക്തിത്വം ഒരു രക്ഷയില്ല. അത് ഫാൻ ബേസ് വെച്ച് നോക്കുകയാണെങ്കിലും എവിടെ ഏത് ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിലും
ഭയങ്കര എന്താ പറയാ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അയാൾ ഇത്രയും കളിനേക്കാൾ ഉപരി ജനങ്ങളെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നത്. ഞാൻ നല്ലൊരു കട്ട മെസ്സി ഫാനാണ്. ബട്ട് പറയാതിരിക്കാൻ വയ്യ, ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ മനുഷ്യനെ കവച്ചു വെച്ചിട്ട് മറ്റാരും വേറെ ആരും ഞാൻ കണ്ടിട്ടുള്ളൂ. ഉള്ള പറയാം. ഓക്കെ ഓക്കെ. CR7 നിങ്ങൾ പറഞ്ഞ മെസ്സി അല്ല, ഞാൻ പറഞ്ഞു നിങ്ങളും മെസ്സി. ഞങ്ങളെ മെസ്സി. അപ്പൊ ശരിക്കും റൊണാൾഡോനാണ് നിങ്ങൾ മെസ്സി ആക്കിയത്. അത് ശരിക്കും അറിയാത്തതിനും കൊണ്ടാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ അല്ല 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 അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അല്ല. അതായത് ഇവിടെ ഈ ഒരു കട്ടൗട്ട് വെച്ച സമയത്ത് ഡ്രോൺ ഷൂട്ട് ഒക്കെ ചെയ്തിട്ടാണ് ആൾക്കാർ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇനി എങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളൊരു യൂട്യൂബറാണ്. ആസ് എ യൂട്യൂബർ ഒരിക്കലും ആ വീഡിയോ എന്താവില്ല, റീച്ച് ആവില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ആ സാധനം റീച്ച് ആവില്ല. ഞാൻ എന്റെ വഴിക്ക് പോകുന്നുണ്ട്, ഇവനവിടെ പോയിട്ട് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറയുമെന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വീഡിയോ റീച്ച് ആയത്. അല്ലെങ്കിൽ ഒരിക്കലും ആ വീഡിയോ കയറില്ല. ആ ഒരു ഡയലോഗ് ഇത് മെസ്സി അല്ലേ എന്ന് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യത്തിലാണ് 5-6 മില്യൺ ആൾക്കാരാണ് ട്രോളി നടന്ന മെസ്സേജ് ട്രോളിംഗ് ഉണ്ടോ വരുവാ? ഒരുപാട് ട്രോൾ വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ ചെയ്ത് ഒരുപാടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ റീച്ച് ആയതും. ഇപ്പൊ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് ഇതിന്റെ മുൻപ് രാജീവ് ഗാന്ധി വന്ന വയലാണിത്. ആ ഒരു പിന്നെ എന്താ പറയാ പ്രത്യേകത ഉണ്ട് ഈ നാടിനും ഈ വയലിനും. അങ്ങനെ അതിനുശേഷം നമ്മുടെ നാടിനെ ഇത്രയും എന്താ പറയാ ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് ഈ 3 ഫ്ലെക്സ് ആണ്. ഈ ഒരു ഫുട്ബോൾ ഭ്രാന്താണ്. ശരിക്കും മറ്റേ ബിഗ് സ്ക്രീൻ അങ്ങനെ എന്തെങ്കിലും ഇടുന്നുണ്ടോ? സ്ക്രീൻ ഇല്ല, പക്ഷെ സ്ക്രീൻ ഉണ്ട് അങ്ങാടിയില്. അങ്ങാടിയിലുണ്ട്. ഇവിടെ അങ്ങനെ ഇടുന്നില്ല അല്ലേ? ഇല്ലല്ല, ഇവിടെ അങ്ങനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങാടി ടൗണിലാണല്ലോ. എന്തെങ്കിലും പേര്? ഇബ്രാഹിം. അപ്പൊ ഇബ്രാഹിം മറ്റേ മെസ്സിന്റെ ഫാനാണ് ഇല്ലേ? ഉള്ള മെസ്സിന്റെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇബ്രാഹിം ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ സ്പോർട്സ് പ്രേമിയും കൂടി ആണ്. ഏതാണ്? ക്രിക്കറ്റോ ഫുട്ബോളോ? ഞാൻ വോളിബോളും. ഇവരെ മറ്റേ ഒന്നിതാണ് ആള് മൂത്രയും നടൻ. എന്താണ് ഫുട്ബോളിനെ വേൾഡ് കപ്പ് ഒക്കെ വരാനല്ലേ? അടിപൊളിയല്ലേ ഇവിടെ? അമ്പലക്കണ്ടി ഇതാ ഇനിയിപ്പോ ഗിന്നസ് റെക്കോർഡ് അടിക്കോ? മൂന്ന് മൂർത്തികളാണ് ഇനിയൊന്ന് വരുന്നുണ്ട്. മറ്റേ ഏതാ? നമ്മളെ കണ്ണൂർക്കാരന് മലയാളി ഖത്തറിന്റെ അത് ഇവിടെ വരുന്നുണ്ട്. എപ്പോ വരുന്നേ? 5 മണിയൊക്കെ ആകുമ്പോ വരും. 5 മണിക്ക്. അപ്പൊ 5 മണിക്ക് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതും വരുന്നുണ്ടോ? അല്ല പൊളിച്ചല്ലേ ഇബ്രാഹിം? പൊളിക്കാണ് നമ്മളെ താരം. പറഞ്ഞു ഇബ്രാഹിംക്കാണ് ട്രോൾ ചെയ്തത്. അപ്പൊ മെസ്സി അതാ എടുക്കണമെന്ന് പറഞ്ഞേ. അല്ല സത്യത്തിലും പറഞ്ഞ സംഭവം കുടുങ്ങിപ്പോയതാണ്, അറിയാതെ പറഞ്ഞതാണ്. നമ്മളവന്റെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞവൻ ജീവിച്ചു കാണിച്ചു. എത്ര എന്തായാലും അമ്പലക്കണ്ടി എന്നൊരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കിയത് ഈ ഫുട്ബോൾ ഭ്രാന്തന്മാരാണ്. അമ്പലക്കണ്ടിന്റെ സൗന്ദര്യം അല്ലേ, അത് വേറെ തന്നെ. ഇത് കണ്ടില്ല, പച്ചപ്പ്, ഫുള്ള് പച്ചപ്പാണ്. ഈ 2026 നമ്മൾ തൂക്കിയതാ. 2026 തൂക്കി. എന്താ അഭിപ്രായമല്ല? എന്താണ് അഭിപ്രായത്തിൽ? ആരാണ് കപ്പടിക്കാൻ സാധ്യതയുള്ളത്? അത് അർജന്റീന അല്ല, അർജന്റീന ആണ്. അർജന്റീന കിട്ടോ? കിട്ടാതെ റൊണാൾഡോ തൊട്ടടുത്തുണ്ട്. സൈലന്റ് ആണ്. വൈകുന്നേരം ഈ ഖത്തറിന്റെ ആളെ തൂക്കാൻ വരുമ്പോ എല്ലാരും ഉണ്ടാവുമല്ലോ. എല്ലാ ആൾക്കാരും വൈകുന്നേരം 4-4 ഫുൾ അവിടെ. അപ്പൊ 4 ഇങ്ങോട്ട് വരാൻ മതി. എന്താണ് ഫുട്ബോളിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? വേൾഡ് കപ്പ് ഒക്കെ അടുത്തും കൊണ്ടിരിക്കുകയാണ്. ഏതാ ടീം? ഏതാണ്? പോർച്ചുഗൽ. റൊണാൾഡോ, CR7. നിങ്ങളൊക്കെ ഏതാണ്? അർജന്റീന. ഉണ്ടോ കിട്ടോ ഈ പ്രാവശ്യം? കപ്പടിക്കോ? എന്താ നിങ്ങളെ അഭിപ്രായം? പോർച്ചുഗൽ. റൊണാൾഡോ, CR7 ആൾക്കാരാണ് കൂടുതൽ. നിങ്ങൾ അർജന്റീന. ബ്രസീലിനില്ലേ?
നിങ്ങൾ ബ്രസീലിന്റെ ആളാ? ഇല്ല, ബ്രസീലില്ല ആള്. ഓ, ഇവർ ഫുള്ളും അർജന്റീന ആൻഡ് പോർച്ചുഗലിന്റെ CR7 ആളാണ്.